ഹലോ നമസ്കാരം ഗുഡ് ഈവനിങ് ലോകമെമ്പാടുമുള്ള എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഈസ് ബോയിങ് ബോയ്. ജീവിതത്തിൽ നമ്മൾ എപ്പോഴും കാണുന്ന രണ്ട് ടൈപ്പ് ആൾക്കാരാണ്, ആണുങ്ങളെയും പെണ്ണുങ്ങളെയും. നിനക്ക് ഈ ആണുങ്ങളും പെണ്ണുങ്ങളും എന്നുള്ള വിചാരം മാത്രമേ ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയേണ്ട കാര്യം എന്താ? തുടക്കത്തിൽ തന്നെ രണ്ട് ടൈപ്പ് ആൾക്കാർ. അതായത് ജീവിതത്തിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത്, കാര്യങ്ങളെ ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇതിന്റെ ഓപ്പോസിറ്റ് എന്ന് അറിയാമോ? എപ്പോഴും ഒരു സപ്പോർട്ട് വേണം ജീവിതത്തിൽ. ഇപ്പൊ അമ്മയും അച്ഛനും കൂടെ വേണം, അല്ലെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് കൂടെ. ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോഴും അളയാ എന്റെ കൂടെ നിൽക്കണേ, അല്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശരിയാണോ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന അഭിപ്രായങ്ങൾ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് പൊരുതുന്ന ആൾക്കാരുണ്ട്, സപ്പോർട്ട് തേടുന്ന ആൾക്കാരും ഒറ്റയ്ക്ക് പൊരുതുന്ന ആൾക്കാർ. ഇതിൽ ഏത് കാറ്റഗറിയാണ് നീ? ഞാന് ഒറ്റയ്ക്ക് പൊരുതിയിട്ട് പിന്നെ സപ്പോർട്ട് പിടിക്കുന്ന ആൾക്കാരാണ്. അതായത് രണ്ട് വള്ളത്തിൽ കാലിയുണ്ട്. അങ്ങനെയല്ല, നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ പുറത്തുള്ള ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടും. അതാണ്. അപ്പൊ എന്തായാലും ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിതത്തെ കാണുന്നവരും സപ്പോർട്ട് കിട്ടുന്ന ആൾക്കാർക്ക് സപ്പോർട്ടേഴ്സും കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഷോ തുടങ്ങാം. അങ്ങനെ സപ്പോർട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ആ സപ്പോർട്ട് എന്തായാലും ടീം ക്യാപ്റ്റന്മാരിൽ നിന്നായിരിക്കും. നിങ്ങളെ മാക്സിമം പ്രൊമോട്ട് ചെയ്യും, നിങ്ങളെ മാക്സിമം ബൂസ്റ്റപ്പ് ചെയ്യും. ആദ്യം നമുക്ക് പരിചയപ്പെടാം ടീം എയിൽ നിന്ന് ആ ഡാൻസ് ടീച്ചറെയാണ്. ദാറ്റ് ഈസ് നിമിഷ. നിമിഷ, എന്റെ പേര് നിമിഷ. അതല്ലേ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഞാൻ വരുന്നത് നമ്മുടെ സ്വന്തം ചാലക്കുടിക്കാരൻ ചങ്ങാതിയായ മണിച്ചേട്ടൻ നാട്ടിൽ നിന്നാണ്. ചാലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്ദനച്ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ. ഇത് സരിഗമപ്പല്ല. ഒരു നിമിഷം ഞാൻ മാറ്ററിൽ നിന്ന് വിട്ടു. അപ്പം എന്തായാലും നിമിഷ ചാലക്കുടി വന്നുകൊണ്ടാണ് ഇത്രയധികം നാടൻ പാട്ടുകൾ പാടുന്നത്. നിങ്ങൾ ചാലക്കുടി ആൾക്കാർ എല്ലാവരും ഇങ്ങനെയാണോ? ആ, എല്ലാവരും, ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെയാണ്. കംപ്ലീറ്റ് ആൾക്കാർ പാട്ട് പഠിപ്പിച്ച് വെച്ചിട്ടുള്ളത് മണിച്ചേട്ടൻ. തീർച്ചയായും അടിപൊളി ടീച്ചറാണല്ലേ? ഡാൻസ് ടീച്ചറാണ്. എങ്ങനത്തെ ഡാൻസ്? ക്ലാസിക്കൽ ഡാൻസ്, പിന്നെ വെസ്റ്റേൺ ചെയ്യും. പഠിച്ചിട്ടില്ല, ചെയ്യും. ഇപ്പൊ ഞാനൊരു ഫിലിം ചെയ്യാൻ പോകുന്നുണ്ട്. ഫിലിമിന്റെ പേര് താക്കീത്. എല്ലാവർക്കും സൂരജ് നിനക്കൊരു താക്കീതാണ് കുട്ടി ലവ് റിവെഞ്ച് സ്റ്റോറിയാണ്. അതായത് ഒരു കുട്ടി ഒരു പെൺകുട്ടി ഒരു പുരുഷനെ പ്രേമിക്കുന്നു, അവനെ ചതിക്കുന്നു, ലാസ്റ്റ് അവള് റിവെഞ്ച് ചെയ്യുന്നു. അതല്ലേ പെട്ടെന്ന് മനസ്സിലായി. അതിൽ ആ ചതിക്കപ്പെട്ട കുട്ടിയാണോ? അല്ല, ഞാൻ തേച്ചിട്ട് പോകുന്ന കുട്ടിയാ. തേച്ചിട്ട് പോയ തേപ്പുകാരിയാണ്. കൂടെ ബോയിൽ വന്നപ്പോ ആരെ കൊണ്ടുവന്നിരിക്കുന്നത്? എന്റെ ഹസ്ബൻഡ്. ഹസ്ബൻഡ് ഇവിടെ ഉണ്ടോ? നിമിഷയുടെ ഹസ്ബൻഡ് ഇവിടെ വന്നിട്ടുണ്ട്. എന്താണ് പേര്? എന്റെ പേര് ബിജോ. ബിജോ, ബോയിലേക്ക് സ്വാഗതം. ഈ നിമിഷ പറഞ്ഞു സിനിമയിൽ തേച്ചിട്ടാണ് പോയത്. ജീവിതത്തിൽ തേക്കാറുണ്ടോ? ഇതുവരെ തേച്ചില്ല. ഇനി സിനിമ കഴിഞ്ഞ് തേക്കുമെന്നറിയില്ല. അത് സാധ്യതയുള്ള കേസാണ് കേട്ടോ. അടുത്ത ടീമേൽ നമ്മൾ പരിചയപ്പെടുന്നു രഞ്ജിത. നിങ്ങൾ ഈ മറ്റേ എന്താ പറയാ ഇന്റർവ്യൂവിന് ചെന്നിരിക്കുമ്പോ മൈ നെയിം ഈസ് സോ ആൻഡ് സോ, ഞാൻ അവിടെ വന്നിരിക്കുന്ന അവിടെ നിന്നാണ്, അങ്ങനെയല്ല പറയണ്ടേ. ബോയ് ഷോയിൽ വരുമ്പോ അങ്ങ് അടിച്ച് പൊളിച്ചല്ലേ സംസാരിക്കണ്ടേ? ഒറ്റപ്പാലത്ത് ഒരുപാട് സിനിമാ ഷൂട്ടിങ്ങുകൾ നടക്കുന്ന നിൽക്കാറുണ്ട്. അവിടെയൊക്കെ പോയി നിൽക്കാറുണ്ടോ? എന്താ? അവിടെയൊക്കെ പോയി നിൽക്കാറുണ്ടോ? പിന്നെന്താ, ഒരുപാട് ഫിലിംസിലെല്ലാം തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട്. ആക്ട് ചെയ്തോ? ചുമ്മാ അത് കൂടെ ഇത് കൂടെ ഒക്കെ പോകും. അങ്ങനെ ഈ വഴിയാത്രക്കാരൻ അല്ലെ ഗൾഫിലുള്ള അമ്മായി അത്രേ ഉള്ളൂ. അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ ചെയ്യുന്നുണ്ട്. ഏതാണ്? ഷോർട്ട് ഫിലിംസ്, ചെറുത് ആൽബംസ് ഒക്കെ ഈ കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയതാണെന്നൊക്കെ ഞാൻ കേട്ടു. അതെ, കലാമണ്ഡലത്തിൽ. ഏതാണ് കൂടുതൽ? മോഹിനിയാട്ടത്തിലെ ഡിപ്ലോമ കഴിഞ്ഞു. ശരി, കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം പഠിച്ച കുട്ടിയാണ്. ഇവിടെ ബോയിലെ മത്സരത്തിൽ വരുമ്പോഴേ പെർഫോം ചെയ്യുന്ന കുട്ടികളെ വെറുതെ വിടാറില്ല. എങ്കിൽ പോരും, അവിടെ ഇരിക്കണ്ടെങ്കിൽ പോരും. ഇത് കാണുമ്പോഴേ നിമിഷം അവിടെ ഇരുന്ന് അയ്യോ എന്നെ എന്താ വിളിക്കുന്നത്? ഗുരു ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. ശരി, ഇങ്ങ് പോരും. രഞ്ജിത പോകുന്നതിന് ഒരു കാര്യമുണ്ട്. രഞ്ജിത കഥകളി പഠിച്ചു എന്നാ പറഞ്ഞത്. നവരസം കാണിക്കാതെ എങ്ങനെ പോവാ? ശരി, നവരസം ഒരു 12 നവരസം കാണിക്കാം. നവരസം എന്ന് പറഞ്ഞാൽ 9 ആണല്ലേ? ശൃംഗാരം ചെയ്യാം. ഇനി ബീബൽസം അവിടെ നോക്കി. ഇതെന്തോ നമ്മള് കൊച്ചി നഗരസഭയുടെ കോർപ്പറേഷന്റെ അവിടെ പോയി. നല്ലൊരു കൈയ്യടി പ്ലീസ്.
ടീച്ചർ രഞ്ജിതയുടെ ഒരു മുறை പന്ത് പാർത്തായ കണ്ട് ടീച്ചർ ആലോചിക്കണം എന്നെ എന്താ വിളിക്കുന്നത്, ഞാൻ ഒരു ടീച്ചർ അല്ലേ ഇതുകൊണ്ട്. ടീച്ചറിന്റെ ഒരു മ്യൂസിക് എന്താ പൊളിക്കോ? മ്യൂസിക് പ്ലീസ്. ஒரு முறை வந்து பார்த்தாயா நீ ஒரு முறை வந்து பார்த்தாயா ടീം എയിൽ നിന്ന് അവസാനം നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ചെന്നൈയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ പേരാണ് ജെസ്സി. ജെസ്സി വെൽക്കം. ജെസ്സി എന്നാ പണിട്ട് ഇருக்கு? இப்போ டான்ஸ் தான் ஃபுல் அண்ட் ஃபுல் பண்ணிட்டு இருக்கேன். ഫുൾ ഡാൻസ് ആണ്. അപ്പൊ ടീം എയിലെ 3 പേരും ഡാൻസേഴ്സ് ആണ്. മത്സരം ടീം വിജയിച്ചത്. ഓക്കെ, ഇനി എന്തായാലും നമ്മൾ ടീം എയിലെ കുട്ടികളെ ചുണക്കുട്ടികളെ എല്ലാവരും പരിചയപ്പെട്ടു. ഇനി ടീം ബിയിൽ ആരൊക്കെയാണ് സൂരജ്? ടീം ബിയിലേക്ക് പോകുമ്പോ ടീം ബിയിൽ ആദ്യം ഇരിക്കുന്ന ആള് ദാറ്റ് ഈസ് സോജി. സോജി, നല്ല പേരാണ്. നല്ല പേരാണ്, ജോജി എന്നൊക്കെ പറയുന്ന പോലെ. സോജി. സോജി എന്താ ചെയ്യണേ? നേഴ്സാണ്. നേഴ്സാണ്. ഓക്കെ, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഇവിടെ ചെന്നൈ തന്നെ. ചെന്നൈ തന്നെയാണ് വർക്ക് നിങ്ങൾക്ക് ചെയ്യുന്നത്. ഈ നഴ്സിനൊക്കെ സാലറി കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് സമരത്തിലാണ്. സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടാണോ വന്നിരിക്കുന്നത്? പോയിരുന്ന ഇവിടെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ പ്രശ്നമൊന്നുമില്ല. ചെന്നൈയില് നേഴ്സുമാർക്ക് കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നുണ്ടോ, അല്ല നിങ്ങളും അവിടെ പ്രശ്നത്തിലാണോ? ഞങ്ങൾ സ്ട്രൈക്ക് ചെയ്തായിരുന്നു. ചെന്നൈയിൽ സ്ട്രൈക്ക് ചെയ്തായിരുന്നു, എന്നിട്ട് സാലറി ഒന്നും കൂട്ടിയില്ല. സ്ട്രൈക്ക് മാത്രമേ ഉണ്ടായിരുന്നു. എന്തായാലും സാലറി കൂട്ടിയാലും കൂട്ടിയില്ലെങ്കിലും ഈ മാലാഹമാർ നഴ്സിന് എന്ന് പറഞ്ഞ വലിയ സംഭവമാണ്. എല്ലാ നഴ്സുമാർക്കും വലിയൊരു എന്താ പറയാ ബിഗ് ഹൈ. ഒരു പ്രത്യേക ചോദ്യം, മെയ് 12 പ്രത്യേകത എന്താ? നേഴ്സസ് ഡേ. പിന്നെ എവിടെ? നാട്ടില് കൊല്ലം അഞ്ചൽ. കല്യാണം കഴിഞ്ഞോ? ഹസ്ബൻഡ് ഉണ്ടോ ഇവിടെ? ഉണ്ട്. എവിടെ? എവിടെ ഹസ്ബൻഡ്? എന്താണ് പേര്? കിഷോർ. കിഷോർ. നാട്ടിലെവിടെയാ? കന്യാകുമാരി. കന്യാകുമാരി. അപ്പൊ എപ്പടി നീങ്ക ജോയിന്റ് ആയിച്ച്? ഇവര് സൂര്യോദയം കാണുന്നതൊക്കെ കന്യാകുമാരി വന്നാ അല്ല നീങ്ക കൊല്ലത്ത് പോയാ? അവർക്ക് നേഴ്സിംഗ് കോളേജ് ഇருக்கு. ആ, അവർക്ക് കോളേജ് ഇருக்கு. അവരുടെ കോളേജിൽ പഠിക്കാൻ പോയ ആള് നീങ്ക അല്ല, എന്റെ അനിയത്തി അവിടെ പഠിച്ചത്. അവളെ കാണാൻ പോവായിരുന്നു സിസ്റ്ററിനെ. ആ, മൂപ്പര് അല്ല ഞാൻ. അങ്ങനെ കണ്ടു പരിചയമായി. തൊട്ടപ്പുറത്ത് രണ്ടാമതിരിക്കുന്ന ആളെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫാഷൻ ഡിസൈനറാണ്. ദാറ്റ് ഈസ് പ്രിയ. സി കേരളത്തിലെ ഒരുപാട് ഷോകൾക്ക് വേണ്ടി സി കേരളത്തിൽ നമ്മുടെ സരിഗമപ്പായ ജൂറിക്ക് വേണ്ടി കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോമഡി നൈറ്റ്സ് വിത്ത് സുരാജേന്റെ പ്രോഗ്രാം സുരാജേന്റെ സ്റ്റൈലിസ്റ്റും കൂടെയാണ് അല്ലേ? സുരാജേട്ടൻ ഇത്രയും സ്റ്റൈലാക്കുന്ന നിങ്ങളാണല്ലേ? കുറച്ച് സുരാജേന്റെ കുറച്ച് സ്റ്റൈലാക്കുന്നത്, ബാക്കി സ്റ്റൈൽ മൊത്തം മൂപ്പറുടെയാണ്. അങ്ങനെയാണ്. ഒരു ഫാഷൻ ഡിസൈനർ. നമ്മുടെ ഇന്നത്തെ കോസ്റ്റ്യൂമിനെ പറ്റി എന്താ അഭിപ്രായം? നോട്ട് ബാഡ്. നോട്ട് ബാഡ്. അത്രേ ഉള്ളൂ. ഒപ്പിക്കാം. ഇങ്ങനത്തെ കോസ്റ്റ്യൂം ഇതിൽ ആരുടെ നല്ലത്? എന്റേതാണോ ഇവന്റേതാണോ? ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കുട്ടി പതുക്കെ പറയുന്നത് ഇതുകൊണ്ട്. ഇവനെന്തോ മറ്റേ ട്രെയിനിന് സിഗ്നൽ കൊടുക്കാൻ വെച്ചോണ്ടല്ലേ? നാട്ടിലെവിടെയാണ്? ഞാൻ ആലപ്പുഴ കായംകുളമാണ്. ഇപ്പൊ വർക്ക് ചെയ്യണത് എറണാകുളമാണ്. ഇനി തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾക്ക് വലിയൊരു പ്രത്യേകത. ഇതുവരെ ബോയിങ്ങിന്റെ കോണ്ടസ്റ്റുകളിൽ പങ്കെടുക്കാൻ വന്ന ആർക്കും ഇല്ലാത്തൊരു പ്രത്യേകതയുണ്ട്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ഈ ബോയിങ് ഷോയ്ക്ക് വരാൻ വേണ്ടിട്ട് ജോബ് റിസൈൻ ചെയ്ത ആളാണത്. ദാറ്റ് ഈസ് മേഘ. ആ കഥ ഒന്ന് പറഞ്ഞു കൊടുത്തേ, ആ ഒരു കഥ. വലിയ കഥയൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു എനിക്ക് പ്രോഗ്രാമിന് പോണം എന്ന് പറഞ്ഞു. അപ്പൊ അവിടുന്ന് പറഞ്ഞു ഇല്ല പറ്റില്ല, വേണമെങ്കിൽ നീ റിസൈൻ ചെയ്തിട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ റിസൈൻ ചെയ്യുവാന്ന് പറഞ്ഞു. എന്നാലും എന്റെ കമ്പനി, ആ കമ്പനിക്കാരന് ഇത് വലിയൊരു നഷ്ടമാണ്. കാരണം ഇതിവിടെ ഒരു താരായി. നാളെ നിങ്ങളുടെ കമ്പനിയിൽ കുട്ടി ഇരിക്കുമ്പോൾ ആൾക്കാർ വന്ന് ചോദിക്കും ആ ഷോയിൽ വന്ന ആ കുട്ടിയല്ലേ എന്ന് ചോദിക്കും. നിങ്ങൾ കമ്പനിക്ക് ഒരു തീരാ നഷ്ടമായി. കൂടെ ആരാ വന്നിരിക്കുന്നത്? കൂടെ എന്റെ അമ്മ. അമ്മയുണ്ടോ? അമ്മയുടെ ബോയിലേക്ക് സ്വാഗതം. ഈ മകള് ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് ബോയിൽ വരുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? അവൾക്ക് ഇതിൽ വരണമെന്ന് തോന്നി, ഞാൻ പറയാം പൊക്കോന്ന് പറഞ്ഞു. അവളുടെ ഇഷ്ടത്തിൽ. പക്ഷെ ഈ സാലറി ഒക്കെ പോകുമ്പോ സാലറി കൊണ്ട് തരാറുണ്ടോ? ഇല്ല, അടുത്ത ജോബ് അവള് ഇന്റർവ്യൂ കഴിഞ്ഞ് 20-ാം തീയതി കയറാനായിട്ട് എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലല്ല, റിസൈൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ റിസൈൻ ചെയ്തു. പിന്നെ ജോബ് സെർച്ച് ചെയ്തു. ഒരു ദിവസം കൊണ്ട് കണ്ടുപിടിച്ചു. ഇന്റർവ്യൂവിന് പോയി, പാസ്സായി. ബോയിന് വേണ്ടിയിട്ട് ജോലി കളഞ്ഞിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഐശ്വര്യമായിട്ട് ആ ജോലി തിരിച്ചു കിട്ടിയില്ലേ? വേറെ നല്ലൊരു ജോലി കിട്ടിയില്ലേ? ടീമിന് വന്നില്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ടീം എയും ടീം ബിയെ പരിചയപ്പെട്ടു. ഇനി നിങ്ങൾക്ക് ആ ആദ്യത്തെ മത്സരം പരിചയപ്പെടണ്ടേ? മൂവിംഗ് ഓൺ ദ ഫസ്റ്റ് ഗെയിം, ദാറ്റ് ഈസ് സവാരി ഗിരിഗിരി. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്.
സവാരിഗിരിയിൽ നമുക്ക് ഇവിടെ ഒരു പാത്ത് വേ കാണാം. റൈറ്റ് സൈഡ് ഒരു ബക്കറ്റ് കാണാം, ലെഫ്റ്റ് സൈഡ് ഒരു ബക്കറ്റ് കാണാം. 12 ബക്കറ്റ് വെള്ളവും ഇവിടെ നിറച്ചു വെച്ചിട്ടുണ്ട്. ടീം എയിൽ നിന്ന് ആദ്യം ഒരാൾ വരുന്നു, 2 ബക്കറ്റ് വെള്ളവുമായിട്ട് പോകുന്നു. ടീം എയുടെ ബക്കറ്റ് റൈറ്റ് സൈഡിലുള്ളതാണ്, ടീം ബിയുടെ ലെഫ്റ്റ് സൈഡിലാണ്. ഏറ്റവും കൂടുതൽ വെള്ളം ഏത് ടീമാണോ ബക്കറ്റിൽ നിറയ്ക്കുന്നത് അവർക്ക് കിട്ടും 300 പോയിന്റ്. ഓപ്പോസിറ്റ് ടീമിന് 0 പോയിന്റ്. പോകുന്ന സമയത്ത് കയ്യിൽ നിന്ന് ബക്കറ്റ് ഡ്രോപ്പ് ആവുന്നുണ്ടെങ്കിൽ ആ സെന്റർ പൊസിഷനിൽ വന്ന് ബക്കറ്റ് എടുത്ത് ആ സ്റ്റെപ്പ് ഇറങ്ങി ഫിനിഷ് ചെയ്തിട്ട് തിരികെ വന്നാൽ മാത്രമേ അടുത്ത ടീമിൽ നിന്ന് അടുത്ത ആളിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുള്ളൂ. മനസ്സിലായല്ലോ? ഇനി നമ്മൾ മത്സരത്തെ കുറിച്ച് അറിഞ്ഞെങ്കിലും നമ്മൾ പരിചയപ്പെടേണ്ട മറ്റു കുറച്ച് ആൾക്കാരുണ്ട്. That is ബാഹുബലി ബോയ്സ്. നല്ല ഉഷാറായിട്ടാണ് ബാഹുബലി ബോയ്സ് ഇരിക്കുന്നത്. പക്ഷെ അതിനേക്കാളും ഉഷാറാണ് ടീം എയും ടീം ബിയും. സവാരിഗിരിയിൽ ആദ്യം മത്സരിക്കാൻ ടീം എ പ്ലീസ് കം. നൃത്തച്ചുവടുകളുമായി ടീം എ സ്വാഗതം ചെയ്യുന്നു. ഈ മത്സരം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എന്താണ് നമ്മുടെ ബാഹുബലി ബോയ്സിനെ കുറിച്ചുള്ള അഭിപ്രായം? അധികം ചവിട്ടരുത്. അല്ല, നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയോ? ബാഹുബലിയുടെ നെഞ്ചത്ത് നിങ്ങൾക്ക് നൃത്തം ചെയ്യാൻ പറ്റും. ടീച്ചർ കാളിയ മർദ്ദനൊക്കെ പോലെ എനിക്ക് ചെയ്യാൻ പറ്റും. ടീച്ചറിന് എന്താ പറയാനുള്ളത്? ഞാൻ താണ്ഡവാടും. ഓക്കെ, ഇവിടെ ജസി ഒന്നുമില്ല, നമ്മളൊന്നുമില്ല, പതുക്കെ സൈഡിൽ കൂടെ ഒന്ന് പോയിട്ട് വരാം. ഓക്കെ, ആദ്യം നമുക്ക് ടീച്ചർ തന്നെ വിട്ടാലോ? താണ്ഡവം കാളിയ മർദ്ദനമാണ് ഇവിടെ കാണാൻ പോകുന്നത്. നിമിഷ, ഓൾ ദ ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ. സുരജ്, നിമിഷ ഇവിടുന്ന് പോകുമ്പോ മറ്റേ നാവുല്ലി പറയുന്നതേ എന്നെ വിടമാട്ടെ അതുപോലെ ഒരു ഭാവം കാണിച്ചിട്ടാണ് പോയത്. കാവടി ആടിയിട്ട് പോയതാ, ട്രാജഡി ആയിട്ട് തിരിച്ചു. ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചോ? താണ്ഡവാടൂന്നേ പറഞ്ഞുള്ളൂ, എത്തിക്കാന്ന് പറഞ്ഞില്ല. ബക്കറ്റിലെ വെള്ളത്തിൽ തലയിലൂടെ കമത്തുന്നതാണോ താണ്ഡവം? അത് മാത്രമല്ല, വീണടം വിഷ്ണു ലോകം പറയുന്നുണ്ട്. പക്ഷെ മത്സരം ബക്കറ്റിൽ വെള്ളം നിറയ്ക്കുകയാണ്. അടുത്ത് വരാൻ പോകുന്നു രഞ്ജിത. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ. കലാമണ്ഡലത്തിൽ പഠിച്ചോണ്ടാണ് ഒരു അരമണ്ഡലത്തിൽ ഒരു പോക്കായിരുന്നു. അരമണ്ഡലത്തിൽ ഇരുന്നാൽ കൂടുതൽ ബാലൻസ് കിട്ടുമല്ലോ. അപ്പൊ ഇവിടെ ബാലൻസ് കിട്ടിയോ? എന്തായാലും ഇതെല്ലാം കണ്ട് പേടിച്ച് കുട്ടി കൈയും കെട്ടിക്കൊണ്ട് മിണ്ടാതിരിക്കുന്നു. ജെസി, ഓൾ ദ ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ. എനിക്ക് ഒരു കാര്യം ആദ്യമേ ഉറപ്പ് തരണം. കാരണം നേരത്തെ പോയി ബക്കറ്റും വെള്ളം നിറയ്ക്കാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷെ നമുക്ക് ആവശ്യം മാർക്കാണ്. 300 പോയിന്റ്സ് ആണ് കിട്ടുന്നത്. കളയില്ലല്ലോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് നിമിഷ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ.
നേരത്തെ പോലെ ആക്കണ്ട, ഒട്ടുവെള്ളം അങ്ങോട്ട് Your time starts now. 3, 2, 1, go. ബക്കറ്റ് പീസാക്കി കാളിയമർദ്ദനം ശരിക്കും ആടി. ബക്കറ്റ് 2 പീസും ആക്കി. ബക്കറ്റിന്റെ പുറത്ത് ആടിയെന്നേ ഉള്ളൂ. എല്ലാ പ്രതീക്ഷയും ജെസ്സിയിലാണ്. ജെസ്സി, ഓൾ ദ ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, go. ഇവർക്ക് ഈ റാമ്പിൽ ഡാൻസ് കളിക്കാൻ സാധിച്ചില്ല. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഡാൻസ്, 3 പേരും ഡാൻസേഴ്സ് ആണ്. ഇവിടെ ഡാൻസ് കളിക്കാനുള്ള അവസരമാണ്. പക്ഷെ ജെസ്സി അടിപൊളി ജോബ് ആയിരുന്നു. ഓക്കെ, 3 പേരും ചേർന്നിട്ട് ഒരു പൊളി ഡാൻസിലൂടെ ഈ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. മ്യൂസിക് പ്ലീസ്. ഈ ഒരു കാത്തിരിപ്പിനുള്ള സമയമാണ്. This is Boing Boing. Have a short break. Yes, welcome back to the show. This is Boing Boing. Boing Boingile ഒന്നാമത്തെ റൗണ്ടിൽ സവാരി ഗിരിഗിരിയിൽ ടീം എയുടെ പ്രകടനങ്ങൾ കഴിഞ്ഞു. ഇനി ടീം ബിയുടെ ആ ഒരു എൻട്രിക്കുള്ള ഒരു ടൈമാണ്. Team B, please go. സോജി, ആദ്യം ടീം എയുടെ മത്സരം കഴിയുമ്പോൾ എന്താണ് ഫീൽ? പേടിയുണ്ട്. പേടി, നമ്മുടെ നിഘണ്ടുവിൽ പേടി എന്നൊരു വാക്കില്ല. കുറച്ചു നേരത്തേക്ക് ഭയം മാത്രം. അതുമില്ല, ഒന്നുമില്ല. അതുമില്ല. നമ്മൾ ഫൈറ്റ് ചെയ്യാൻ വന്ന ആൾക്കാരാണ്. ബാഹുബലി അല്ല, ബാഹുബലിയുടെ അമ്മാവൻ കട്ടപ്പ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിഷയമല്ല. ടീം ബിയിൽ നിന്ന് ആദ്യം വരാൻ പോകുന്നു പ്രിയ. പ്രിയ, ഓൾ ദ ബെസ്റ്റ്. Your time starts now. 3, 2, 1, go. കളയരുത്. Very good, very good. Go, Priya, go. പൊക്കി പിടിക്ക്. Very good. വീഴല്ല. Very good. ഇവിടെ ഭയങ്കര പക്ഷെ എന്നാലും നന്നായിട്ട് മത്സരിച്ചല്ലോ. കുറച്ച് വെള്ളം നിറച്ചല്ലോ. ചേട്ടൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ ചെയ്യണോന്നുള്ളത്. അതുകൊണ്ട് ചേട്ടൻ ഒരു 1.5 ചേട്ടനാണല്ലോ. ശരിക്കും സച്ചിൻ കോച്ച് ഞാൻ കോച്ച്. ഇവര് രക്ഷയില്ലട്ടാ. ഓക്കെ, അടുത്ത് വരാൻ പോകുന്ന സോജിയാണ്. സോജി, ഓൾ ദി ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, go. അതവിടെ എത്തിച്ചാൽ മതി. പൊക്കിപ്പിടി.
പോട്ടെ ആ ബക്കറ്റ് പൊക്കി പിടിക്കേ കാണയല്ലേ. അവിടുന്ന് ഇറങ്ങും സോജി, അവിടുന്ന് പോയി ഇറങ്ങും. സ്ട്രൈറ്റ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി. സ്ട്രൈറ്റ് ആയിട്ട് പുറത്തോട്ട് ഇറങ്ങാം. സവാരിഗിരി മത്സരിക്കാനായിട്ട് നെക്സ്റ്റ് വരാൻ പോകുന്നത് മേഘ. ഓൾ ദ ബെസ്റ്റ്. മേഘങ്ങൾക്കിടയിലൂടെ പോകുന്ന പോലെ പോകണം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1 go. Go. Good. Very good. അപ്പുറത്ത് വെക്ക്. ഒന്നവിടെ വെക്ക്. അപ്പുറത്ത് വെക്ക്. കളയല്ല. അയ്യോ. ഓക്കെ മേഘ, എന്താ പറ്റിയേ? അല്ല, ഞാൻ മാക്സിമം അങ്ങ് എത്തിക്കാന്ന് വിചാരിച്ചു. പിന്നെ എന്നെ തള്ളി കിട്ട്. തള്ളിയിട്ട് മേഘ മത്സരിക്കുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ കാണേണ്ട സൂരജിന്റെ റിയാക്ഷൻ ആണ്. ഞാൻ ഒരുപാട് മുത്തേ കൊണ്ടുപോകും അവസാനം. അടുത്ത തവണ ആവട്ടെ കേട്ടോ, ഞാൻ 2 ബക്കറ്റ് അപ്പുറത്തുണ്ട്. ഇത്തവണ സൂരജിന്റെ എല്ലാ പ്രതീക്ഷയ്ക്കും വേണ്ടിയിട്ട് പ്രിയയാണ് വരാൻ പോകുന്നത്. പ്രിയ, ഓൾ ദി ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1 ഗോ. പോട്ടെ അത് കളയാണ്ട് പോയാൽ മതി. പോട്ടെ. ഓക്കെ അപ്പുറത്ത് വെക്ക്. അടിപൊളി, തകർത്ത് കിടുക്കി തിമിർത്ത്. നെക്സ്റ്റ് സവാരിഗിരിയിൽ ടീം ബിയിൽ നിന്ന് വരുന്നത് സോജിയാണ്. സോജി, ഓൾ ദ ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1 ഗോ. Very good. Soji. അടിപൊളി, തകർത്തു. മേഘ നേരത്തെ പറ്റിയില്ല, പക്ഷെ ഇതില് ഒന്ന് ട്രൈ ചെയ്തു. നമ്മൾ ഓൾറെഡി മേഘ, ഓൾ ദ ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1 ഗോ. മെല്ലെ. ഗുഡ് ജോബ്. അടിപൊളി, കിടുക്കി. മോയിന്റെ ആദ്യ മത്സരം സവാരിഗിരിയിലൂടെ കഴിയുമ്പോൾ സാധാരണ നമ്മൾ എപ്പോഴും പോയി അവിടെ മെഷർ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇന്ന് ആ കലാപരിപാടി ഒന്നും ആവശ്യമില്ല. കാരണം കാണുന്ന പ്രേക്ഷകർക്ക് നമുക്കെല്ലാം വ്യക്തമാണ്, ക്രിസ്റ്റൽ ക്ലിയർ പോലെ വ്യക്തമാണ്. ആരാണ്? ടീം ബി. വെരി ഗുഡ്. ടീം ബിക്ക് കിട്ടിയത് 300 പോയിന്റ്സ് ആണ്. നല്ലൊരു കൈഡി. എന്തായാലും ടീം ബി വിജയിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു ആഘോഷം വേണ്ടേ? ഞങ്ങളുടെ ആഘോഷം നിങ്ങളുടെ ഡാൻസേഴ്സ് കളിച്ച് കാണിച്ചു തരണം. ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കണം. ഞങ്ങളിപ്പോ പറയാണ്, ഞങ്ങളുടെ ഈ ഒരു വിജയത്തിൽ ഞങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടിട്ട് കൊട്ടാരം നൃത്തകിമാർ സ്റ്റാർട്ട് ചെയ്യൂ. അങ്ങനെ കളിക്കില്ല, പക്ഷെ നിങ്ങളുടെ ആഘോഷത്തിൽ ഞങ്ങളും പങ്കുചേരാം. ആയിക്കോട്ടെ. ഓക്കെ, മ്യൂസിക് പ്ലീസ്.
അവസാനിക്കുന്നില്ല. ഞങ്ങൾ ഒരു ചെറിയ ഇടവേള എടുത്തിട്ട് വരാം. ദിസ് ഇസ് ബോയിങ് ബോയിങ്, ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ദ ഷോ. ദിസ് ഈസ് ബോയിങ് ബോയിങ്. സൂരജ്, ഇപ്പൊ ടീം എക്കും ടീം ബിക്കും ഇപ്പൊ ടീം ബി ആണ് ഇപ്പൊ ലീഡ് ചെയ്യുന്നത്. ടീം എ ഇപ്പം 0 പോയിന്റിലാണ് നിൽക്കുന്നത്. പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും വാശി കാണിക്കാൻ പറ്റുന്ന ഒരു പോരാട്ടമാണ് വരാൻ പോകുന്ന മത്സരം. ആ മത്സരത്തിന്റെ പേരാണ് തലയണ മന്ത്രം. തലയണ മന്ത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ റോളിംഗ് ട്യൂബ് കാണാം, അവിടെ ഒരു ബോർഡർ ലൈൻ കാണാം, രണ്ട് സൈഡിൽ പില്ലോ അടുക്കിയിരിക്കുന്നതാണ്. ടീം എയിൽ നിന്ന് ഒരാൾ വരും, ടീം ബിയിൽ നിന്ന് ഒരാൾ വരും, രണ്ടുപേര് പില്ലോ എടുത്ത് ആദ്യം ആരാണ് ആ ബോർഡർ ലൈൻ ക്രോസ് ചെയ്യുന്നത് അവർക്ക് കിട്ടുന്ന 50 പോയിന്റ് ആണ്. പിന്നെ ബോർഡർ ലൈൻ ക്രോസ് ചെയ്തതിനു ശേഷം ഓപ്പോസിറ്റ് ടീമിനെ അടിച്ചു വീഴ്ത്തി കഴിഞ്ഞാൽ 100 പോയിന്റ് എക്സ്ട്രാ കിട്ടും. ടോട്ടൽ 150 പോയിന്റ് നേടാൻ പറ്റുന്ന റൗണ്ടാണ് ഇത്. ഓക്കെ, പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഗോ പറഞ്ഞതിന് ശേഷം മാത്രം പോവുക. ഓക്കെ, ടീം എയിൽ നിന്ന് തലയണ മന്ത്രം ചൊല്ലാനായിട്ട് വരാൻ പോകുന്നു നിമിഷ. ആൻഡ് ടീം ബിയിൽ നിന്ന് സോജി. ഓൾ ദ ബെസ്റ്റ്. All the best. Your time starts now. 3, 2, 1, go. Cross. Go. നിമിഷ, എന്താണ് പറ്റിയേ? ഒന്നും പറ്റിയില്ല. അതിന്റെ മോളിൽ നിന്ന് ഡാൻസ് കളിക്കാൻ നോക്കിയാ? ഇല്ല, ഒരു കിളി പറന്നു പോകുന്ന പോലെ ആ മാത്രമേ. കിളി പറക്കുന്നത് കണ്ടു, ഈ വെള്ളത്തിലേക്ക് സ്പീഡിൽ പോയി, പക്ഷേ ആദ്യമേ താഴെ പോയി തലേണ ആളുമായിട്ട്. ഇവിടെ സോജി ആദ്യമേ സ്ലോവിൽ പോയി, പക്ഷേ കറക്റ്റ് ആയിട്ട് ഇവിടെ എത്താൻ പറ്റി. അതുകൊണ്ട് കിട്ടിയത് എത്രയാണെന്ന് അറിയാം. ബോർഡർ ലൈൻ ക്രോസ് ചെയ്തു, ഓപ്പോസിറ്റ് ആൾ താഴെ പോയി. 150 പോയിന്റ് ആണ് കിട്ടിയത്. വെരി ഗുഡ്. എന്താണ് എക്സ്പീരിയൻസ് പറയും? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായിരുന്നു, ഓപ്പോസിറ്റ് ആൾ വീഴുമെന്ന് വിചാരിച്ചോ? ഇല്ല, ഫാസ്റ്റ് വന്നപ്പോ ഫസ്റ്റ് പോവെന്ന് വിചാരിച്ചു. ഫസ്റ്റ് നമ്മൾ വീഴുന്നു വിചാരിച്ചു. എന്റെ ദൈവമേ, നടക്കാത്ത ഇവിടെ കിട്ടിയിരിക്കുന്നത് 150 പോയിന്റ് ആണ്. വെരി ഗുഡ്. അവിടെ എന്തായാലും കൊണ്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അവിടെ എന്തായാലും പോയിന്റ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എന്തായാലും ഒരു മ്യൂസിക് തരാം. ഓക്കെ, മ്യൂസിക് പ്ലീസ്. മ്യൂസിക് വെച്ച് കഴിയുന്ന ആദ്യത്തെ ആളെയാണ്. തലയണ മന്ത്രത്തിൽ മന്ത്രം ചൊല്ലാനായിട്ട് വരാൻ പോകുന്നു ടീം എയിൽ നിന്ന് രഞ്ജിത, ടീം ബിയിൽ നിന്ന് പ്രിയ. ഓൾ ദി ബെസ്റ്റ്. Your time starts now. 3, 2, 1, go. രഞ്ജിത fast. ആ good job. അടി അടിച്ചിട്, ഇടിച്ചിട്. നമ്മുടെ മിസ് ചെയ്യരുത്. തള്ളി താഴീട്. സൈഡിലേക്ക് എത്ര ടൈം എടുത്താലും നോ പ്രോബ്ലം. ഓക്കെ, രണ്ടുപേരും വെള്ളത്തിലേക്ക് ചാടിക്കേ. തലയണ മന്ത്രത്തിൽ രണ്ടാമത് വരുമ്പോൾ പ്രിയയാണ് ബോർഡർ ലൈൻ ക്രോസ് ചെയ്ത്. പ്രിയക്ക് കിട്ടിയിരിക്കുന്നത് 50 പോയിന്റ്. ഇവിടെ താഴെ ഇട്ടത് നിങ്ങളുടെ ടീമിൽ നിന്ന് രഞ്ജിതയാണ്. രഞ്ജിതയ്ക്ക് കിട്ടുന്ന 100 പോയിന്റ്സ്. വെരി ഗുഡ്. രണ്ടുപേർക്ക് പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ആഘോഷിക്കണ്ടേ? മ്യൂസിക്.
പറ്റിയ എങ്ങനെ ഉണ്ടായിരുന്നു? ഫുള്ള് എണ്ണയുണ്ട് അതില്, പോവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അടിച്ച് താഴെ ഇട്ടു അങ്ങോട്ട്. ഇവിടെ എന്താ പറ്റിയേ? കുറച്ച് വെള്ളം കുടിച്ചത്രൂ. അതല്ല അല്ല ആദ്യം പറ്റിയത് അടിച്ചു കുറെ നേരം അടി കൂടുന്നുണ്ടോ? അടിച്ചിടും, അവക്ക് ഭയങ്കര ബലമാണെന്ന്. ബലമാണ്. കാണുന്നതൊക്കെ ഇവിടെ ചോദിക്കണോ എന്താ കഴിക്കുന്നതെന്ന്? അല്ലേ എന്താ കഴിക്കുന്നത്? അവിടെ ചോദിക്കുന്നു എന്താ കഴിക്കുന്നതെന്ന്. ചോറാ കഴിക്കുന്നു. പച്ച ചോറ് അല്ലല്ലോ, ഉച്ചയ്ക്ക് കഴിച്ച മട്ടൻ അല്ലേ, അതിൻ്റെതാണ്. ഇവിടുന്ന് വന്ന മട്ടൻ കറി ആയിരുന്നു. ഓക്കെ, തലയുടെ മന്ത്രത്തിൽ ടീം എയിൽ നിന്ന് അവസാനം വരാൻ പോകുന്നു ജെസി. ടീം ബിയിൽ നിന്ന് വരുന്നു മേഘ. ഓൾ ദി ബെസ്റ്റ്. Yes. All the best. Your time starts now. 3, 2, 1, go. Jesse. ഞാൻ സമ്മതിച്ചു തരത്തില്ല. എന്താ പറ്റിയേ മേഘ? എന്താ പറ്റിയേ? മേഘക്കൊന്നും പറ്റിയില്ല. മേഘ ഗോൾ അടിച്ചു. അല്ല മേഘയ്ക്ക് അതാ പറ്റിയത്. ആ കുട്ടിക്ക് എന്തൊക്കെ പറ്റി? അതെന്താ പറ്റിയെന്നാ ചോദിക്കുന്നത്. ഒന്നും പറ്റില്ല, അവളെന്നെ കരണത്തെ നല്ലത് കരണത്തടിച്ചു. എന്തായാലും പോയിന്റ് കിട്ടിയില്ല. ഇവിടെ ബോർഡർ ലൈൻ ക്രോസ് ചെയ്തിരിക്കുന്നത് ടീം ബി ആണ്. 50 പോയിന്റ് മാത്രമല്ല, തലേണ ഓപ്പോസിറ്റ് ടീമിന് പോയി. അതുകൊണ്ട് 100 പോയിന്റ് കൂടെ കിട്ടിയിരിക്കുകയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്കൊരു ഒത്തുതീർപ്പ് ഒരു മ്യൂസിക്കിലൂടെ ആവാം. അപ്പോൾ നിങ്ങൾ ഹാപ്പി ആവും. മ്യൂസിക് പ്ലീസ്. பாட்டொன்னு பாட போறேன்டா, ஆடாம இருக்க முடியாதுடா, ஊரெல்லாம் விசிலு பறக்குதுடா, இது குத்தாட்டம் ராக்காட்டம் நீ கேளுடா. பாட்டொன்னு பாட போறேன்டா, ஆடாம இருக்க முடியாதுடா, ஊரெல்லாம் விசிலு பறக்குதடா, இது குத்தாட்டம் ராக்காட்டம் நீ கேளுடா. ബോയ് ബോയിലെ തലയുടെ മന്ത്രം മത്സരം ഇവിടെ അവസാനിക്കുകയാണ്. ടീം എ നേടിയിരിക്കുന്നത് 100 പോയിന്റ്സ് ആണ്. ടീം ബി 350 പോയിന്റ്സ്. വെരി ഗുഡ്, ഗുഡ് ജോബ്, ഗുഡ് ജോബ്. സൂരജ്, മത്സരം ഇവിടെ കഴിഞ്ഞിട്ടില്ല. പ്രേക്ഷകരും അതുപോലെ കണ്ടസ്റ്റൻസും ആഗ്രഹിക്കുന്ന മത്സരമാണ് വരാൻ പോകുന്നത്. പക്ഷെ അതിന് മുന്നേ ചെറിയൊരു ഇടവേള എടുക്കുകയാണ്. ദിസ് ഇസ് ബോയ് ബോയ്, ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. ബോയ് ബോയ് വെൽക്കം ബാക്ക് ടു ദ ഷോ. ദിസ് ഈസ് ബോയിങ് ബോയിങ്. ബോയിങ് ബോയിങ്ങിലെ ഏറ്റവും ആവേശം നിറഞ്ഞ മത്സരത്തിലേക്ക് നമ്മൾ പ്രേക്ഷകരും കണ്ടസ്റ്റൻസും ആഘോഷമാക്കുന്ന മത്സരത്തിന്റെ പേരാണ് താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരം കയറാൻ റെഡിയല്ലേ? ടീം എക്കും ടീം ബിക്കും നിങ്ങളുടെ പൊസിഷനിലേക്ക് പോകാം. ഓക്കെ, താമരശ്ശേരി ചുരം കയറാനുള്ള സമയമാണ്. ആ ബോൾ കയ്യിലെടുക്കാം. ഇനി താമരശ്ശേരി ചുരം കയറാനുള്ള സമയമാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, ഗോ. സൈഡ് പിടിക്കരുത്. Good job, good job. Good finish.
Good job. Awesome. Super. Just 30 seconds only. Yeah, good job. Last 10 seconds. 9, 8, 7, 6, 5, 4, 3, 2, 1. 0. Time out. Time out. ഇനി താമരശ്ശേരി ചുരം ഇറങ്ങാനുള്ള സമയമാണ്. താമരശ്ശേരി ചുരം ഇറങ്ങിക്കോളൂ. दिल की आदतें बंदर छाप है खाली पीली छत पे चढ़े चढ़ के उतर जाए हरदम मोड़ में लल्लन टॉप है ബോയിലെ എല്ലാ മത്സരങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. മത്സരം അവസാനിക്കുമ്പോൾ എന്തായാലും നമ്മുടെ കുട്ടികളുടെ എക്സ്പീരിയൻസ് ചോദിക്കണ്ടേ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കുഴപ്പമില്ല, എൻജോയ് ചെയ്തു നല്ലോണം. തോറ്റെങ്കിലും എല്ലാ മത്സരം എൻജോയ് ചെയ്തോ? ആ. ഇനി പുതിയ മത്സരം വരുമ്പോൾ വരാൻ താല്പര്യമുണ്ടോ? ആ പിന്നെന്താ, എങ്ങനെയുണ്ട്? ഇവിടുന്ന് പോകുമ്പോൾ ഇത് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ആ. വെരി ഗുഡ്. അടുത്ത ആള് നിമിഷ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒന്നും വിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റിയല്ലോ. ഒരുപാട് സന്തോഷം. മാത്രമല്ല ഹസ്ബൻഡിനെ ഇവിടെ ഇരുത്തിയിട്ട് ഇതുപോലത്തെ മത്സരത്തിൽ പങ്കെടുത്ത് ഭയങ്കര സന്തോഷമായില്ലേ? തീർച്ചയായും. വീട്ടിൽ കൊടുക്കാൻ പറ്റാത്ത ഇവിടെ കിട്ടിയതിന്റെ വലിയൊരു സന്തോഷം. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഹസ്ബൻഡിന് പൂര പണി തന്നെ. ഇല്ലില്ല, ഹസ്ബൻഡിനാണ് ഫുൾ സപ്പോർട്ടാ. ഓക്കെ, വെരി ഗുഡ്. ടീം ബി എന്ത് പറയണു? ഓരോ ആളായിട്ട് പറഞ്ഞേ കേക്കട്ടെ. എൻജോയ് ചെയ്തു, നല്ല എൻജോയ് ചെയ്തു. ഓക്കെ, അടുത്ത ആള് പ്രിയ. സൂപ്പർ. സൂപ്പർ. ഇതുപോലൊരു ഗെയിം എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. ഇനി ഒരുപാട് ഉണ്ടാവട്ടെ ഇതുപോലെ. മേഘ. അയ്യോ അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. അയ്യോ അടിപൊളിയായി. അടിപൊളിയായിരുന്നു. മത്സരം അവസാനിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം പറയട്ടെ. ഈ 8 നിലയിൽ പൊട്ടിയെന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. അതെന്താണ് പൊട്ടിയതെന്ന് ഇപ്പൊ സൂരജ് പറഞ്ഞറിയാം. അതായത് ഒരു കിഡിലോസ്കി എപ്പിസോഡാണ് ഇപ്പൊ കഴിഞ്ഞു പോകുന്നത്. അതായത് നിന്റെ ടീം സ്കോർ ചെയ്തോണ്ട് ഒരു കിഡിലോസ്കി. അപ്പൊ ആ കിഡിലോസ്കിയുടെ കാര്യങ്ങൾ ഞാൻ പറയാം. റൗണ്ട് 1 സവാരി ഗിരിഗിരി കഴിഞ്ഞപ്പോ ടീം എ നേടിയത് 0 പോയിന്റ്, ടീം ബി നേടിയത് 300 പോയിന്റ്. ആൻഡ് റൗണ്ട് 2 നമ്മുടെ തലയണ മന്ത്രം മന്ത്രിച്ച സമയത്ത് ടീം എ നേടിയത് 100 പോയിന്റ് ആൻഡ് ടീം ബി നേടിയത് 350 പോയിന്റ്സ്. സൂപ്പർ. ആൻഡ് റൗണ്ട് 3 താമരശ്ശേരി ചുരം ടീം എ നേടിയത് 200, ടീം ബി നേടിയത് 400 പോയിന്റ്. So total team A 300 point and team B 1050 points. Very good. Congratulations. Congratulations. വിന്നിംഗ് ടീം ആയിട്ടുള്ള ടീം ബി കിട്ടുന്ന 4 മാട്രസ് സ്പോൺസർ ചെയ്യുന്ന ഒരു ഗിഫ്റ്റ് ആണ്. ഗംഭീര ഗിഫ്റ്റ് ആണ്. കൺഗ്രാറ്റുലേഷൻ. 4 മാട്രസ് സ്പോൺസർ ചെയ്യുന്ന ഒരു ഗംഭീര ഗിഫ്റ്റ് ആണ് കിട്ടുന്നത്. കൺഗ്രാറ്റുലേഷൻ. Yes. അടിപൊളി തകർക്കൂ നിങ്ങൾ. ഓർബിസ് ക്രിയേറ്റീവ് സ്പോൺസർ ചെയ്യുന്ന ഗിഫ്റ്റ് ആണ് റണ്ണറപ്പ് ടീം ആയിട്ടുള്ള ടീം എക്ക് കിട്ടുന്നത്. റണ്ണറപ്പ് ടീമായ ടീം എക്ക് കിട്ടുന്ന ഓർബിസ് ക്രിയേറ്റീവ് സ്പോൺസർ ചെയ്യുന്ന ഗിഫ്റ്റ് ആണ്. ഗംഭീര ഗിഫ്റ്റ് ആണ്. കണ്ടല്ലോ, സമയം സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു ക്ലോക്കാണ്. കൺഗ്രാറ്റുലേഷൻ. സമ്മാനങ്ങളുടെ പെരുമഴ ഇവിടെ തീർന്നില്ല. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് കഴിയുമ്പോൾ ഇനി ഏറ്റവും ബെസ്റ്റ് പെർഫോമർക്കുള്ള ഒരു സമ്മാനം സെബ്രോണിക്സ് ഇന്ത്യസ് ലാർജസ്റ്റ് മൾട്ടിമീഡിയ സ്പീക്കർ നൽകുന്ന ഒരു LED TV. അത് നേടുന്ന ആ ബെസ്റ്റ് പെർഫോമർ ആരായിരിക്കും? ദാറ്റ് ഈസ് പ്രിയ. കൺഗ്രാറ്റുലേഷൻസ്. സെബ്രോണിക്സ് ഇന്ത്യസ് ലാർജസ്റ്റ് മൾട്ടിമീഡിയ സ്പീക്കർ നൽകുന്ന ഒരു LED TV സമ്മാനമായിട്ട് തരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി തകർത്ത് പൊടിച്ചടുക്കി. സമ്മാന പെരുമഴ ഇവിടെ അവസാനിക്കുന്നില്ല. പാർട്ടിസിപ്പേഷൻ ഗിഫ്റ്റ് എല്ലാവർക്കും കിട്ടുന്നതാണ്. അഡ്രസ് ദ മെൻസ് അപ്പാരൽ സ്പോൺസർ ചെയ്യുന്ന ഗിഫ്റ്റ് ആണ് എല്ലാവർക്കും കിട്ടാൻ പോകുന്നത്. കൺഗ്രാറ്റുലേഷൻസ് അഗൈൻ.
മറക്കാൻ പറ്റാത്ത അനുഭവം, അതുപോലെ കുറെ അധികം സമ്മാനങ്ങളും കൈ നിറയെ കിട്ടിയിരിക്കുകയാണ്. അതാണ് ബോയിങ് ഷോയുടെ പ്രത്യേകത. എപ്പിസോഡ് കാണുന്ന പ്രേക്ഷകരും ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഞങ്ങൾക്കും ഇതുപോലെ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങേണ്ട, ഇതുപോലത്തെ ഒരു അവസരം പാഴാക്കാതിരിക്കുക. ഒരിക്കൽ കൂടെ പറയാണ്, 18-നും 30 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ എന്താണ് 8089279522 നമ്പറിലേക്ക് പ്രൊഫൈൽ അയക്കുക. എന്നിട്ട് ഇതുപോലെ സമ്മാനങ്ങൾ കൊണ്ടുപോകാൻ മത്സരത്തിൽ അടിച്ചു പൊളിക്കുക. ഇന്നത്തേക്ക് ഞങ്ങൾക്ക് പോകാനുള്ള സമയമാണ്. This is Boing. It's me, Deepan, signing off. And Suraj. Bye bye. Good night. Love you all.